ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കീടനാശിനിയാണ്. ജൈവ കീടനാശിനി. എല്ലാ തരം കീടങ്ങളെയും പമ്പ അടത്തുന്ന ഒരു മരുന്നാണിത്. ഇത് തെളിച്ചു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ നമ്മളെ പച്ചക്കറിയിലുള്ള ഇലയിരുട്ട് പുഴു, അതുപോലെ വെള്ളീച്ച, അതേപോലെ മണ്ടരി, ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള നല്ല ഒന്നാം തരം ഒരു ജൈവ കീടനാശിനിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഒരു കഷ്ണം മഞ്ഞൾ. ഇപ്പോൾ നമുക്ക് മഞ്ഞൾ കളക്കാറായ സീസണാണ്. നമ്മളൊക്കെ വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ അത് കളച്ചെടുക്കുക. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത്രയും വെളുത്തുള്ളി, ഇത് കുഞ്ഞ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് കൂടുതൽ എടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2-3 അല്ലി മതി. പിന്നെ എടുക്കേണ്ടത് നമ്മൾ വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. ഇത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെടുത്ത മഞ്ഞളിനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് മിക്സിയിൽ അരിഞ്ഞ് കിട്ടാനും നന്നായിട്ട് അതിനെ നമുക്ക് അരിച്ചെടുക്കാനൊക്കെ പാകത്തിന് വേണ്ടിയാണ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നന്നായിട്ട് എടുക്കുക. നമ്മൾ പല കീടനാശിനികളും പരീക്ഷിക്കുന്നതിനാൽ നമ്മൾ പച്ചക്കറിയിൽ മറ്റുള്ള കീടനാശിനികളൊക്കെ നമുക്ക് ഗുണം ചെയ്യാം, നമുക്ക് ഭക്ഷിക്കാനുള്ളതല്ലേ. അപ്പോൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലാതെ എൻഡോസൾഫാൻ പോലത്തെ കീടനാശിനിയൊക്കെ തെളിച്ച് വന്നാൽ പലവിധ അസുഖങ്ങൾ വരും. ക്യാൻസർ പോലത്തെ മാരക അസുഖങ്ങളൊക്കെ വരും. നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇതെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാവരും വീട്ടിലുണ്ടാകുന്നതാണ്. വെളുത്തുള്ളിയാവും, മഞ്ഞൾ, ഇതൊക്കെ സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇത്രയും മുറിച്ചെടുത്തേ. ഇത് വെളുത്തുള്ളി, മഞ്ഞൾ, ഇത്രയും സാധനം നമ്മൾ മുറിച്ചെടുത്ത് ഇനി അതിനെ നമ്മൾ മിക്സി ജാറെടുത്തേ. ആ ജാറിലേക്ക് മഞ്ഞൾ നമ്മൾ നുറുക്കി വെച്ച മഞ്ഞൾ അതിലേക്ക് ഇട്ടു. വെളുത്തുള്ളിയെ നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അരച്ചെടുക്കാൻ പോകാമെന്നേ. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടുന്ന ചേരുവയാണ് ഉണ്ടാക്കുന്നത്. അതായത് 1 ലിറ്റർ വെള്ളം ഇതുപോലെ എടുത്ത് അതിൽ അല്പം വെള്ളം നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്പം ഇത് നന്നായി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ട പാകത്തിൽ മാത്രം. അത് അരച്ചെടുക്കാനേ. നമ്മൾ മിക്സിയിൽ ഇതിനെ അരച്ചെടുക്കാണ്. അപ്പോൾ ആ മിക്സിനെ അരച്ചെടുത്തു. വെളുത്തുള്ളിയും അതുപോലെ മഞ്ഞളും കൂടെ അരച്ചെടുത്തു. ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ നന്നായി അതിൻ്റെ വെള്ളം കിട്ടുള്ളൂ. ഈ ഇതിൻ്റെ ചേരുവ കിട്ടുള്ളൂ. അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായി നമ്മൾ ചാറിലുള്ള മുഴുവൻ നഷ്ടപ്പെട്ടു പോകാതെ നമ്മളുണ്ടാക്കിയ ജൈവ കീടനാശിനിക്കുള്ള അരച്ചെടുത്ത മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ നന്നായി കഴുകി അതിലെടുത്തു. മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നമ്മളത് അളന്നെടുത്ത് 1 ലിറ്റർ വെള്ളമാണ്. വേറെ വെള്ളമൊന്നുമില്ല, കണക്കായിട്ട്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് നമ്മൾ അടിച്ചെടുത്ത മഞ്ഞളും വെളുത്തുള്ളിയാണ്. അടുത്തതായിട്ട് ഒരു കപ്പ്, 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണിത്. പിന്നെ ഒരു നെറ്റ്, പഴയൊരു അരിപ്പ. അതിലേക്ക് നമ്മൾ ഇതിനെ കുറേ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സിങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റി അതുപോലെ പിഴിഞ്ഞെടുക്കുക. അത് ഒട്ടും കളയാതെ. ഇതെല്ലാം ഒന്നാം തരം മരുന്നാണ്. ഇതിൻ്റെ പിണ്ടിയും
ഈ പിണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മളൊരു ചെടികളെ ചുവട്ടിൽ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന അണുക്കളൊക്കെ നശിച്ചു പോകും. കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു കൊള്ളും. അതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. കാരണം വളരെ നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഇത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കരുതി വെച്ച വേപ്പെണ്ണ ഒഴിക്കുകയാണ്. ഒരു 10 മില്ലി വേപ്പെണ്ണ കൂടെ അതിലൊഴിച്ചു. അടുത്തതായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മഞ്ഞളും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ സ്പ്രേയറിൽ കിണിഞ്ഞു പോകും. കരട് കിണിഞ്ഞു പോയാൽ സ്പ്രേയർ വർക്ക് ചെയ്യില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് തീർക്കുക. ഇത്ര ഒഴിച്ച് അതിടാം. നന്നായി അതിലേക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. വേപ്പെണ്ണ അതിൽ നന്നായി ചേരണമെങ്കിൽ എന്താ കുലുക്ക് സർവത്തൊക്കെ കുലുക്കുമ്പോൾ ഇടാം. ഇങ്ങനെ നന്നായിട്ട് കുലുക്കി ചേർക്കുക. മിച്ചം വന്ന വെള്ളം കൂടി ഇതിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം 1-ാം നമ്പരം ഒരു കീടനാശിനിയാണ്, ജൈവ കീടനാശിനി. ഇത്ര നമ്മൾ ഒഴിച്ചു. അടുത്തതായിട്ട് അതിൻ്റെ സ്പ്രെയറിലേക്ക് നമ്മൾ ഒഴിച്ചു. അതിന് സ്പ്രേ ചെയ്യാൻ പോവാന്ന്. നമ്മൾ തയ്യാറാക്കിയെടുത്ത ജൈവ കീടനാശിനി. അത് ഇനി ഇതുപോലെ പച്ചക്കറികളൊക്കെ തെളിച്ചു കൊടുക്കാഞ്ഞതാ. ഇതിൻ്റെ ഇലകളിൽ നന്നായിട്ട് തെളിച്ചു കൊടുക്കണം. ഇലയുടെ അടിവശം നന്നായിട്ട് നമ്മൾ തെളിച്ചു കൊടുക്കണം ഇതേപോലെ. അപ്പോൾ അതിലുള്ള കീടങ്ങളൊക്കെ, പ്രത്യേകിച്ച് മണ്ടരി എൻ്റെ പാറുന്നതാ നിങ്ങൾക്ക് കാണാം. അതുപോലെ അതിൻ്റെ ഇലകളിലും മുകളിലും ചുവട്ടിലൊക്കെ നന്നായിട്ട് തെളിച്ചു കൊടുക്കണം കേട്ടോ. ഈച്ചകളൊക്കെ പറന്ന് പോകുന്നുണ്ടോ, വെള്ളീച്ചകളൊക്കെ. ഇലകളിലൊക്കെ നന്നായിട്ട് തെളിച്ചു കൊടുക്കണം. നമ്മൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിലുള്ള എത്ര ചെടികളുണ്ടോ തൈകളുണ്ടോ അതിനൊക്കെ മുഴുവൻ ചേർത്ത് ചെയ്തു കൊടുത്താൽ എല്ലാ കീടങ്ങളും ഒന്നിച്ച് നശിക്കും. അതല്ലെങ്കിൽ കുറച്ച് കീടങ്ങൾ അവിടെ നിൽക്കും. നമ്മൾ മുഴുവൻ എല്ലാ കൃഷിക്കും ഇത് ചെയ്തു കൊടുക്കാവുന്നതാ. സ്പ്രേ ഉണ്ടോ ഇതുപോലെ എല്ലാത്തിനും ഇത് ബ്രിക്കോളി, അതുപോലെ ബ്രിക്കോളി ഉണ്ടോ, നന്നായിട്ട് നല്ല ബ്രിക്കോളി ഉണ്ട്. ഇതിനൊക്കെ തെളിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ക്യാപ്സിക്കം. ഇതിലൊക്കെ ഇലകളുടെ ചുവട്ടിലാണ് വന്ന് വെള്ളീച്ച, ഒരു തരം വെളുത്ത പ്രാണി ഉണ്ടോ. ഇതെല്ലാം നന്നായി തെളിച്ചു കൊടുക്കുക. നമ്മൾ തെളിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം തെളിച്ചു കൊടുക്കുക തന്നെ വേണം. എല്ലാ ഇനം പച്ചക്കറികൾക്കും ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ഹായ്.